നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഒട്ടും തന്നെ മൈലേജ് കിട്ടാറില്ല, അഥവാ ഫ്യൂവൽ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. നമ്മൾ കമ്പനിയിലോ അല്ലെങ്കിൽ ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് സർവീസ് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വാഹനത്തിന് മൈലേജ് കിട്ടും. ചിലപ്പം പറയും തേർഡ് സർവീസ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ഓയിൽ ചേഞ്ച് കഴിയുമ്പോഴത്തേക്കും മൈലേജ് കിട്ടും എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ്. ശരിക്കും ഈ പറയുന്നത് പോലെ ഇവരെന്തെങ്കിലും മൈലേജിന് സെറ്റിംഗ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് KL ട്രാവൽ ഗൈഡ് 3557 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: രാകേഷ് സർ, എൻ്റെ പുതിയ വാഹനത്തിൻ്റെ മൈലേജ് വളരെ കുറവാണ്. കമ്പനിയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ആദ്യത്തെ സർവീസ് കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറയുന്നു. ആദ്യത്തെ സർവീസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ സെറ്റിങ്സ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു സെറ്റിങ്സ് ഇപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മൈലേജ് കൂട്ടാൻ പറ്റുമോ? ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ? 100%. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വാഹനം നിങ്ങൾ എടുത്തു, സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ അഡീഷണൽ ആയിട്ട് ഒരു സെറ്റിങ്ങും ആ ഒരു വാഹനത്തിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് സർവീസിൽ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് സർവീസ് പല ടൈപ്പുകളുണ്ട്. അതായത് ചിലത് ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള വാഹനങ്ങളുണ്ട്, ചിലതിന് ഇൻസ്പെക്ഷൻ മാത്രം മതി. ഒരു 90% വാഹനങ്ങൾക്കും ഫസ്റ്റ് സർവീസിൽ ഇൻസ്പെക്ഷൻ മാത്രമാണ് വരുന്നത്. എന്താണ് ഇവർ ഇൻസ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ, അതായത് കൂടുതലും ടോർക്കും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇപ്പം ഓരോ കാര്യങ്ങൾ, അതായത് പുതിയൊരു വാഹനമാണ്, അത് ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലായിടത്തും ചെറിയ രീതിക്ക് ഒരു വെയറും കാര്യങ്ങളൊക്കെ വരും, വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബോൾട്ടെല്ലാം അണ്ടർ ടോർക്ക് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അത് ടൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ ബാക്കിയുള്ള എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ടയറിൻ്റെ പ്രഷർ, എഞ്ചിൻ ഓയിൽ ലെവൽസ്, കൂളൻ്റെ ബ്രേക്ക് ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് ചില വാഹനങ്ങളിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്. ഇനി എങ്ങനെ മൈലേജ് കൂടുതൽ കിട്ടുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനൊന്ന് സെറ്റാകും. കാരണം പല പാർട്സുകളും കൂടെ കൂട്ടി ചേർത്ത് വെക്കുന്നതാണ് ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ എഞ്ചിനൊന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ എഞ്ചിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 1000 കിലോമീറ്ററോളം ഓടി കഴിയുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ എഞ്ചിനൊന്ന് സെറ്റാകും. അങ്ങനെ എഞ്ചിൻ സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മൈലേജ് ഔട്ട്പുട്ട് കിട്ടും. പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഓയിൽ ചേഞ്ച് കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനത്തിനകത്തുള്ള ചെറിയ എന്തെങ്കിലും കാർബൺ ഡെപ്പോസിറ്റ് ഒരിക്കലും വരത്തില്ല, എന്നാലും ഫോറിൻ മെറ്റീരിയൽസോ പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തോട്ട് പോയി ഒന്ന് ക്ലീൻ ആയിട്ടുള്ള, അതായത് വാഹനം എടുക്കുന്ന സമയത്ത് ആ എഞ്ചിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഓയിൽ അല്ലാതെ നമുക്ക് പുതിയ ഓയിലും കൂടെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ, അതായത് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് ആ മൈലേജ് കിട്ടുന്നതായിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ ഓയിൽ മാറ്റിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. ഒരു 1000 കിലോമീറ്ററെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം, അതായത് ആ ഒരു എഞ്ചിൻ ഒന്ന് പെർഫോം ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ പറയുന്നൊരു മൈലേജ് കിട്ടത്തുള്ളൂ. പിന്നെ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, പുതിയൊരു വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡിങ് ചെയ്യാതിരിക്കുക. ഏകദേശം ഒരു 80 കിലോമീറ്ററിനകത്ത് സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. RPM ഒരുപാട് മേളിലോട്ട് പോകാതിരിക്കാനും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫിന് ഏറ്റവും നല്ലതാണ്. തുടക്കത്തിലെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്, 1000 കിലോമീറ്ററിനകത്ത്. അതിനുശേഷം നിങ്ങൾ എത്ര വേളം റെവ് ചെയ്തുള്ളൂ ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ ആദ്യമേ വാഹനം എടുത്ത് ഉടനെ തന്നെ ഇതുപോലെ ഒത്തിരി റെവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.